ഹലോ ഗൈസ്, സൈഡ് ലൈൻ എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജർമ്മൻ ഫുട്ബോളിൻ്റെ ബവേറിയൻ പവർ ഹൗസായ ബയേൺ മ്യൂണിച്ചിൻ്റെ സീസൺ സാധ്യതകളെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. കഴിഞ്ഞ സീസൺ ജർമ്മൻ ഫുട്ബോളിന് വളരെ യൂണീക്കായൊരു സീസണായിരുന്നു. 11 വർഷത്തെ കിരീടവാഴ്ചയ്ക്ക് ശേഷം ബയേൺ മ്യൂണിച്ച് അവരുടെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നൊരു സീസണായിരുന്നു കഴിഞ്ഞ കൊല്ലം. ബയർ ലെവർകൂസൻ സാബി അലൻസോയുടെ കീഴിൽ 90 പോയിന്റോടുകൂടി 28 വിജയവും 6 സമനിലയും ഒരു തോൽവി പോലും അറിയാതെ ജർമ്മൻ കിരീടം, ബുണ്ടസ്ലീഗ കിരീടം സ്വന്തമാക്കിയ വർഷമായിരുന്നു അത്, ദെയർ ഇൻവിൻസിബിൾ സീസൺ. പക്ഷേ ബയേൺ മ്യൂണിച്ച് ആകട്ടെ 3ാമത്തെ സ്ഥാനത്തേക്ക് തള്ളി ഇറക്കപ്പെട്ടു. 72 പോയിന്റ് മാത്രമാണ് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. അതോടുകൂടി തന്നെ ക്ലബിൻ്റെ ജർമ്മൻ കോച്ചായിരുന്ന തോമസ് ട്വിച്ചലിനെ ക്ലബ് സാക്ക് ചെയ്യുന്നുണ്ട്. യൂഷ്വലി ബുണ്ടസ്ലീഗ സീസൺ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചർച്ച അനിവാര്യമായി വരാറില്ല. കാരണം കുറേ വർഷങ്ങളായി സീസൺ തുടങ്ങുമ്പോൾ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ബയേൺ മ്യൂണിച്ച് ആയിരിക്കും, ടൈറ്റിൽ ഫേവറേറ്റ്സും അവർ തന്നെയായിരിക്കും. മേ ബി ചില വർഷങ്ങളിൽ മാത്രം ബൊറൂസിയ ഡോർട്ട്മുണ്ട് പോലുള്ള ക്ലബ്ബുകൾ ഫൈറ്റ് കൊടുക്കും. പക്ഷേ സീസണിൻ്റെ അവസാന ക്വാർട്ടർ എത്തുമ്പോഴേക്കും ബയേൺ മ്യൂണിച്ച് തന്നെ അവരെയും വെട്ടിച്ച് കപ്പ് ഉയർത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. കിഴക്ക് സൂര്യൻ ഉദിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഒരു റിപ്പീറ്റഡ് ഫിനോമിനയായിരുന്നു ബുണ്ടസ്ലീഗയിൽ ബയേൺ മ്യൂണിച്ചിൻ്റെ വിജയങ്ങൾ. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെമി ഫൈനൽ വരെ ക്ലബിന് എത്താൻ കഴിഞ്ഞിരുന്നു. സെമി ഫൈനലിൽ ഇവൻച്വൽ വിന്നേഴ്സായ റയൽ മാഡ്രിഡിനോട് തോറ്റ് പുറത്താവുകയാണ് ക്ലബ്ബ് ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞ സീസൺ ട്രോഫിലെസ്സായി ക്ലബിനെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. അതോടെ ടീമിൽ നിന്ന് സാക്കായി പോയ തോമസ് ട്വിച്ചലിന് പകരം അടുത്തതായി ഏത് ടാക്ടീഷ്യനെയാണ് ക്ലബ്ബ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൗതുകമേറിയ ഒരു ചോദ്യമായിരുന്നു. കാരണം കഴിഞ്ഞ 11 വർഷമായി ക്ലബ്ബ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തൊരു ഫേസിലേക്ക് ക്ലബ്ബ് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. സോ ഏത് തരം ടാക്ടീഷ്യനെ ആയിരിക്കും ക്ലബ്ബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ ഫുട്ബോൾ ലോകം കാത്തിരുന്നതാണ്. ആ കാത്തിരിപ്പ് ഒരു മെയ് അവസാനത്തോടു കൂടി തന്നെ ക്ലബ്ബ് ഉത്തരം നൽകിയിരുന്നു. പുതിയ കോച്ചായി ബയേൺ മ്യൂണിച്ച് നിയമിച്ചത് എക്സ് ബെൽജിയം ഇൻ്റർനാഷണലായ വിൻസെൻ്റ് കോമ്പനീനി ആയിരുന്നു. ആൻഡ് എല്ലാവരും സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാനും വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം വൈ വിൻസെൻ്റ് കോമ്പനി, അതായിരുന്നു ചോദ്യം എല്ലാവരുടെയും. 2022 മുതൽ 2024 വരെ ഇംഗ്ലണ്ടിലെ ബേൺലിയെ കോച്ച് ചെയ്തതിന് ശേഷമാണ് വിൻസെൻ്റ് കമ്പനി ബയേൺ മ്യൂണിച്ചിലേക്ക് വരുന്നത്. 2022 അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ ബേൺലി ഒരു ചാമ്പ്യൻഷിപ്പ് സൈഡായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇയറിൽ തന്നെ അദ്ദേഹം അവരെ പ്രമോഷൻ നേടിക്കൊടുത്ത് പ്രീമിയർ ലീഗിലേക്ക് എത്തിക്കുന്നുണ്ട്. തൊട്ടടുത്ത വർഷം, അതായത് കഴിഞ്ഞ സീസണിൽ വന്ന പോലെ തന്നെ അവർ റിലേഗേഷൻ മേടിച്ച് തിരിച്ച് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. സോ എന്തുകൊണ്ട് വിൻസെൻ്റ് കമ്പനീനെ പോലെ ഓവർ എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത, അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കോച്ചിനെ ഫുട്ബോളിംഗ് ജയൻസായ ബയേൺ മ്യൂണിച്ച് കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബയേൺ മ്യൂണിച്ചിൻ്റെ ഫസ്റ്റ് ചോയ്സ് കോച്ച് ആയിരുന്നില്ല വിൻസെൻ്റ് കമ്പനി. നിരവധി പ്രമുഖ കോച്ചുമാരെ ക്ലബിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവരെല്ലാം ഓരോരോ കാരണങ്ങൾ കൊണ്ട് ക്ലബിൻ്റെ ഓഫർ നിരസിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. റോബർട്ട് ഡെ സെർബി, റാൽഫ് റാഗ്നിക് എല്ലാം ആ റൂമേഴ്സിൽ പറഞ്ഞു കേൾക്കുന്ന കുറച്ച് പേരുകളാണ്. ഇതിൻ്റെ സെക്കൻഡ് റീസണായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊസഷൻ ബേസ്ഡ് അറ്റാക്കിംഗ് ഫുട്ബോളിനോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. ബേൺലിയിൽ അദ്ദേഹം ഫസ്റ്റ് ഇയറിൽ ചെല്ലുമ്പോൾ ഇതേ ഫിലോസഫി അദ്ദേഹത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ ടീമിൻ്റെ യങ് സൈഡിന് കഴിയുന്നുമുണ്ട്. അവർ പ്രൊമോഷൻ നേടി പ്രീമിയർ ലീഗിലേക്ക് എത്തുന്നുമുണ്ട്. എന്നാൽ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ ഈ യങ് സൈഡിന് ഈ ഫിലോസഫി ഫോളോ ചെയ്ത് മാച്ചസ് വിൻ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ പോലും അദ്ദേഹം ഈ ഫിലോസഫിയിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവസാനം ടീം റെലഗേറ്റായി തിരിച്ച് ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതേ ഫിലോസഫി അമിതമായി വിശ്വസിക്കുന്ന ഒരു ടീമാണ് ബയേൺ മ്യൂണിച്ച്. പൊസഷൻ ബേസ്ഡ് അറ്റാക്കിംഗ് ഫുട്ബോളാണ് അവർ ട്രാൻസിഷൻ ഫുട്ബോളിനേക്കാൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ടായിരിക്കണം ആദ്യ ഘട്ടങ്ങളിൽ അവരുടെ ലിസ്റ്റിൽ ഇല്ലായിരുന്ന ഒരു കോച്ചായിരുന്നിട്ട് കൂടി വിൻസെൻ്റ് കമ്പനി എന്ന് പറയുന്ന അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കോച്ചിനെ അവർ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണുന്നത് എന്തെന്ന് വെച്ചാൽ എല്ലാ പ്രമുഖ ക്ലബ്ബുകളും ഇപ്പോൾ അവരുടെ ഇൻഎക്സ്പീരിയൻസ്ഡ് ബട്ട് വിഷണറി ആയിട്ടുള്ള കോച്ചുകളെ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടമാണത്. ആഴ്സണലിൻ്റെ തുടക്കം നോക്കിക്കഴിഞ്ഞാൽ മിക്കേൽ ആർട്ടറ്റ വരുന്നത്, അല്ലെങ്കിൽ ബാഴ്സലോണയിലേക്ക് സാവി വരുന്നത്,
ലെവർകൂസനിലേക്ക് സാബി അലോൺസോ വരുന്നത്, ഇപ്സ്വിച്ച് ടൗണിലേക്ക് കീറൻ മെക്കീന വരുന്നത്. ഇപ്സ്വിച്ച് ടൗണിന് കീറൻ മെക്കീനെ കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ഇതിനൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേ ബി ബയൺ മ്യൂണിച്ചും അവരുടെ പുതിയൊരു സാബി അലോൺസോ പ്രൊജക്റ്റായി കാണുന്നതാവാം വിൻസെൻ്റ് കമ്പനിയെ. മേ ബി നമുക്ക് പറയാൻ കഴിയില്ല. ഇനി വിൻസെൻ്റ് കമ്പനിയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് ആവുന്ന ഒരു കാര്യമാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാൻ മാനേജ്മെൻറ്റ്. അദ്ദേഹം ഇതിനു മുമ്പ് കോച്ച് ചെയ്തിരുന്ന ബേൺലിയിൽ അദ്ദേഹത്തിൻ്റെ മാൻ മാനേജ്മെൻറ്റ് സ്കിൽ അത്രയ്ക്കും ടോപ്പായി ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. പ്ലേയേഴ്സിനോട് വളരെ ഹാർഷായി പെരുമാറുന്ന ഒരു ചൂടൻ കോച്ചായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ച് കണ്ടിട്ടുള്ളത്. പ്ലേയേഴ്സിനോട് തർക്കിക്കുകയും പ്ലേയേഴ്സിനെ അമിതമായി ഹാർഷായി വഴക്ക് പറയുകയും ചെയ്യുന്ന ഒരു കോച്ച് എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് എല്ലാം കുറച്ച് നാളെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതാണ്. അവിടെയാണ് ഒരു വലിയ വ്യത്യാസം ഇവിടെ കാണാൻ ചാൻസ് ഉള്ളത്. കാരണം ബേൺലി ബയൺ മ്യൂണിച്ചിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ക്ലബ്ബാണ്. ഇനി ബയൺ മ്യൂണിച്ചിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എവറിഥിങ് ഈസ് ബിഗ് ഇൻ ബയൺ മ്യൂണിച്ച്. ഓക്കെ, ദ നെയിംസ് ആർ ബിഗ്, ദ ട്രോഫി ക്യാബിനറ്റ്സ് ആർ ബിഗ്, the expectations are big, the egos are big. So ഇത്രയും ബിഗ് ഡിമാൻഡ്സ് ഉള്ള ഒരു ക്ലബിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാൻ മാനേജ്മെൻറ്റ് സ്റ്റൈൽ എത്രത്തോളം ചേഞ്ച് ചെയ്യും എന്നുള്ളത് അറിയാൻ വളരെ കൗതുകമുണ്ട്. ഇപ്പോൾ ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കോച്ചിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ കോച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നടന്നു പോകണമെന്നില്ല. മാച്ച് റിസൾട്ട്സ് ആകാം, പ്ലെയർ പെർഫോമൻസസ്, പ്ലെയർ ബിഹേവിയേഴ്സ് എല്ലാം ഇതിൽ ഉൾപ്പെടാം. സോ അതിനോട് അദ്ദേഹം എത്രത്തോളം കോപ്പപ്പ് ചെയ്യും അല്ലെങ്കിൽ അത് എത്രത്തോളം റിയാക്റ്റീവായി പെരുമാറും എന്നുള്ളത് അറിയാൻ വളരെ കൗതുകമേറിയ ഒരു കാര്യമാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ബേൺലിക്ക് വേണ്ടി അവിടുത്തെ യങ് പ്ലേയേഴ്സിന് ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ ബേസ്ഡ് അറ്റാക്കിംഗ് ഫുട്ബോളിനോട് പരിധിക്കപ്പുറം കോപ്പപ്പ് ചെയ്യാൻ കഴിയാതെ വരികയും പ്രഷർ അധികം ഫേസ് ചെയ്യാൻ കഴിയാതെ സിസ്റ്റം ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബയൺ മ്യൂണിച്ചിലേക്ക് വരുമ്പോൾ ഇതല്ല അവസ്ഥ. ഇവിടെ ഓൾറെഡി അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്, ടാലൻറ്റഡ് യങ് പ്ലേയേഴ്സും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള നല്ല പ്ലേയേഴ്സും ഉണ്ട്. സോ ഈ ഒരു മിക്സിൽ ഇദ്ദേഹത്തിൻ്റെ ഈ സിസ്റ്റം കൂടുതൽ ഫലപ്രദമാവാനാണ് ചാൻസ് കാണുന്നത്. ഇനി ഈ സീസണിലെ സൈനിങ്സ് നോക്കുകയാണെങ്കിൽ 3 മേജർ സൈനിങ്സ് ആണ് ക്ലബ്ബ് നടത്തിയിട്ടുള്ളത്. ഒന്ന് ക്രിസ്റ്റൽ പാലസിൻ്റെ റൈറ്റ് വിങ്ങറായ മിക്കൽ ഒലീസെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രണ്ടാമതായി ഫുൾഹാമിൻ്റെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ജാവ് പലീനോ, പോർച്ചുഗീസ് താരമാണ്, ഒരു ഡിസ്ട്രോയർ റോളിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. ഇനി മൂന്നാമതായി ഹിറോക്കി ഇറ്റോ, ഡിഫൻഡറാണ്, സ്റ്റുട്ട്ഗാർട്ട്, ജർമ്മൻ ടീമായ സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് എത്തിച്ച താരമാണ് അദ്ദേഹം. ഇങ്ങനെ 3 മേജർ സൈനിങ്സ് ആണ് ക്ലബ്ബ് നടത്തിയിട്ടുള്ളത്. ക്ലബിലെ മേജർ 2 ഡിപ്പാർച്ചേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ഡിഫൻഡറായിരുന്ന ഡീലൈറ്റും അതേപോലെ തന്നെ റൈറ്റ് ബാക്കിൽ മസ്രോയും ആണ്. ഇവർ 2 പേരും പോയത് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കാണ്. ഇനി ഈ പ്ലേയേഴ്സിൽ കിങ്സ്ലി കോമൻ വിങ്ങറാണ്, ഫ്രഞ്ച് പ്ലെയറാണ്. അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകാനുള്ള സാധ്യതകൾ കൂടി വരുന്നു എന്നുള്ളതാണ് റൂമർ. അതേപോലെ തന്നെയാണ് ഗൊരറ്റ്സ്കയുടെ, മിഡ്ഫീൽഡറായ ഗൊരറ്റ്സ്കയുടെ കാര്യം. ക്ലബ്ബ് ഓൾറെഡി അദ്ദേഹത്തിന് പോകാൻ വേണ്ടി വാതിൽ തുറന്നിട്ടേക്കുന്നു എന്നാണ് കേട്ടത്. പക്ഷേ പ്ലെയറിന് ക്ലബ്ബ് വിട്ടു പോകാൻ ഇപ്പോഴും താല്പര്യമില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ജർമ്മൻ നാഷണൽ ടീമിൽ കളിക്കേണ്ടത് ഒരു അനിവാര്യമായി കാണുന്നൊരു പ്ലെയറിന് എങ്ങനെ പോയാലും സബ്സ്റ്റിറ്റ്യൂഷനായി ടീമിൽ സ്പെൻഡ് ചെയ്യാൻ താല്പര്യം കാണില്ല. സോ അദ്ദേഹത്തിൻ്റെ ഡിപ്പാച്ചറും അധികം വൈകാതെ തന്നെ സംഭവിക്കും എന്നാണ് കരുതുന്നത്. ഇനി പ്രീ സീസണിലേക്ക് വരാണെങ്കിൽ ക്ലബ്ബ് ടോട്ടൽ 6 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 5 മത്സരം ക്ലബ്ബ് വിജയിക്കുകയും 1 മത്സരം ഡ്രോയിൽ അവസാനിക്കുകയാണ് ചെയ്തത്. ഒരു 4-2-3-1 ഫോർമേഷനിലാണ് ടീമിനെ മിക്കപ്പോഴും കോച്ച് അണിനിരത്തിയിരുന്നത്. ലൈനപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പിംഗ് സ്ഥാനത്ത് മാനുവൽ ന്യൂയർ തന്നെയാണ് പ്രൈമറി കാൻഡിഡേറ്റ്. ഇനി ഡിഫെൻസീവ് പൊസിഷൻസിലേക്ക് വരുമ്പോൾ കിം മിൻജെ, ഉപമെക്കാനോ, എറിക് ഡയർ, അൽഫാൻസോ ഡേവിസ്, റഫേൽ ഗുരാരോ, ഹിറോക്കി ഇത്തോ, അതേപോലെ തന്നെ ലെവർകൂസനിൽ നിന്ന് ലോൺ പീരീഡ് ഫിനിഷ് ചെയ്ത് തിരിച്ചു വരുന്ന സ്റ്റാനിസിച്ച്, അങ്ങനെ നിരവധി പ്ലേയേഴ്സ് ഉണ്ട് ആ പൊസിഷൻസ് കവർ ചെയ്യാനായിട്ട്. ഇനി മിഡ്ഫീൽഡിലേക്ക് കിടക്കുമ്പോൾ ഗൊരറ്റ്സ്ക, കിമ്മിച്ച്, ജമാൽ മുസിയാല എന്നുള്ളവരോട് കൂടി ജാവ് പലീനയും കൂടി ആഡ് ചെയ്യുമ്പോൾ മിഡ്ഫീൽഡ് അത്യാവശ്യം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇനി അറ്റാക്കിംഗ് പൊസിഷൻസിലേക്ക് പോകുമ്പോൾ ഹാരി കെയ്ൻ തന്നെയാണ് ക്ലബിൻ്റെ മേജർ വെപ്പൺ. യൂറോപ്പിലെ തന്നെ ഒരു ബെസ്റ്റ് ഫോമിലാണ് ഹാരി കെയ്ൻ ക്ലബ് ഫുട്ബോളിൽ കടന്നു പോകുന്നത്. കഴിഞ്ഞ സീസണിൽ 36 ഗോളുകളാണ് ക്ലബിന് വേണ്ടി അദ്ദേഹം ലീഗിൽ നേടിയിരുന്നത്. അതുപോലെ തന്നെ തോമസ് മുള്ളർ ഇപ്പോഴും ക്ലബിൻ്റെ കൂടെ തന്നെയുണ്ട്. വിങ്സിൽ സെർജി നാബ്രി, അതേപോലെ തന്നെ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ലെറോയ് സാനെ, പുതിയ സൈനിങ് ആയ ഒലീസ്, അങ്ങനെ നിരവധി പ്ലേയേഴ്സ് ഉണ്ട്. സീസൺ തുടങ്ങാറാകുമ്പോൾ ക്ലബിന് ഇഞ്ചുറി കൺസേൺസ് കുറച്ചുണ്ട്. ക്ലബിൻ്റെ ലെഫ്റ്റ് വിങ്ങറായ അരിജോൺ ഇബ്രാഹിമോവിച്ച് മസിൽ ഇഞ്ചുർഡ് ആണ് എന്ന് കേൾക്കുന്നുണ്ട്.
അതേപോലെ തന്നെ ലോൺ പീരീഡ് കഴിഞ്ഞ് ലെവർകൂസനിൽ നിന്ന് തിരിച്ചു വന്ന സ്റ്റാനിസിച്ച് അദ്ദേഹത്തിൻ്റെ റൈറ്റ് നീ ലിഗ്മെൻറ്റ് ഇഞ്ചേർഡായി എന്നാണ് അറിയുന്നത്. അദ്ദേഹം സർജറിയും കഴിഞ്ഞു. സോ 1-2 മാസത്തേക്ക് എന്തായാലും അദ്ദേഹത്തിന് തിരിച്ച് ആക്ഷനിലേക്ക് വരാൻ കഴിയില്ല. അതുപോലെ തന്നെ പുതിയ സൈനിങ് ആയ ഹിറോക്കി ഇറ്റോ, ഡിഫൻഡറായ താരവും ഫ്രാക്ചർ സംഭവിച്ചു എന്നാണ് അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാലിന്. സോ അദ്ദേഹവും കുറച്ച് നാൾ ടീമിൻ്റെ കൂടെ ഉണ്ടാവുകയില്ല. വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു സീസണിലേക്കാണ് വിൻസെൻ്റ് കമ്പനി ആൻഡ് ടീം കാലെടുത്ത് വെക്കുന്നത്. ടീമിൻ്റെ സക്സസ് സ്കോപ്പ് എന്ന് പറയുന്നത് മേജർ ടൈറ്റിൽ വിക്ടറി തന്നെയാണ്. ടൈറ്റിൽ ഫേവറേറ്റ്സ് അല്ലെങ്കിലും, ബുണ്ടസ്ലീഗ ടൈറ്റിൽ ഫേവറേറ്റ്സ് അല്ലെങ്കിലും പ്രോപ്പർ ടൈറ്റിൽ ചലഞ്ചേഴ്സ് ആവാൻ എന്തായാലും ബയൺ മ്യൂണിച്ചിന് കഴിയേണ്ടതാണ് ഈ സീസണിൽ. സോ ഒരു മേജർ ടൈറ്റിൽ വിക്ടറി, അത് ഒന്നിന് ഡൊമസ്റ്റിക് ആവാം അല്ലെങ്കിൽ യൂറോപ്യൻ ആവാം. ബട്ട് അത് തന്നെയാണ് ക്ലബിൻ്റെ ഹയർ അതോറിറ്റിയും എക്സ്പെക്റ്റ് ചെയ്യുന്നത് വിൻസെൻ്റ് കമ്പനിയിൽ നിന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രയും ഹൈ സ്റ്റാൻഡേർഡ്സ് കീപ്പപ്പ് ചെയ്തു പോരുന്ന ഒരു ക്ലബ്ബാണ് ബയൺ മ്യൂണിച്ച്. സോ ഈ ഒരു പ്രഷറിലേക്ക് വരുന്ന വിൻസെൻ്റ് കമ്പനിക്ക് അദ്ദേഹത്തിന് എത്രത്തോളം അതിനോട് കോപ്പപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ബയൺ മ്യൂണിച്ചിനെ കുറിച്ച് ഈ സീസണിലെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ട് വന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ചാനലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ പിന്നെയും റെക്കമെൻഡായി മറ്റു ഓഡിയൻസിലേക്ക് കൂടുതൽ എത്തുക യൂട്യൂബ് അൽഗോരിതം വഴി. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സായിട്ടെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ചാനലിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമുക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലെ കണ്ടൻസ്, ഫുട്ബോൾ കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കുക. അതുപോലെ തന്നെ ബെൽ ഐക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ്, കമൻറ്റ്സ്, അതായത് ഈ ചാനലിലെ കണ്ടൻസ് എത്രത്തോളം ഇമ്പ്രൂവ് ആവണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ചാനലിൽ ഇമ്പ്രൂവ് ആവേണ്ടത് എന്നുള്ള നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തണേ. Finally, thank you for watching this video and have a nice day.